ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിന്റെ അടയാളമാണ്, അതല്ലെങ്കിൽ അവന്റെ വിജയത്തിന്റെ അടയാളമാണ്, അവന് കിട്ടുന്ന മഹാഭാഗ്യമാണ് സലാസ, 3 കാര്യങ്ങൾ. അതൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ്. അൽ മർഅത്തു സ്വാലിഹ, ഒന്ന് നല്ല ഒരു ഇണ. അത് പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞേ ഉള്ളൂ. സ്ത്രീയെ പറ്റിയാണെങ്കിൽ നല്ല ഒരു ഭർത്താവ്, അല്ലെങ്കിൽ നല്ല ഒരു ഭാര്യ. വൽ മസ്കനുൽ വാസിഅ, സൗകര്യപ്രദമായ ഒരു വീട്. വൽ മർകബു സ്വാലിഹ്, നല്ല ഒരു വാഹനം. ഇത് 3ഉം കൂടെ ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ വലിയ ഭാഗ്യവാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് അഹങ്കരിക്കാൻ അവകാശമുണ്ടെന്നല്ല, ഇത് ലഭിക്കാത്തവരെക്കാൾ അയാൾ കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണം. സ്വന്തമായി വാഹനമുള്ളവൻ ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാൻ പാടില്ല. ഏത് യാത്രയിലും അവന് സൗകര്യപ്രദമായ സ്ഥലത്ത് വാഹനം നിർത്തി അവന് ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. സ്വന്തം വണ്ടിയില്ലാത്തവൻ അവൻ കയറിയ വണ്ടിയുടെ സമയത്തിനനുസരിച്ചല്ലാതെ യാത്ര പോകാൻ പറ്റൂല. അപ്പോൾ അവനെപ്പോലെ അവനേക്കാൾ അധികമായി അവൻ നന്ദിബോധത്തോടുകൂടെ ജീവിക്കാൻ കടപ്പെട്ടവനാകുകയാണ്. അത് അല്ലാഹു തരുന്ന മഹാഭാഗ്യമാണ്. 3 കാര്യങ്ങൾ. അതിലെ വീട്, അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും നമുക്ക് ചർച്ച നടത്താനുള്ളത്. ഒരു വീട്, അത് അല്ലാഹു പറഞ്ഞ സമാധാനവും സന്തോഷവും നിഅ്മത്തും ബറക്കത്തും എല്ലാം നിറഞ്ഞ തരത്തിലുള്ള വീടായി മാറണമെങ്കിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമതായി നമുക്ക് വീടിനൊരു സ്ഥലം വേണം. വീടിന് സ്ഥലമെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അവലക്ഷണം അത് 3 കാര്യത്തിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതുള്ളത്. അതിലൊന്ന് വീടാണ്, മറ്റൊന്ന് ഭാര്യയാണ്, മൂന്നാമത്തേത് വാഹനമാണ്. ഈ പറഞ്ഞ 3 കാര്യം. അതിൽ നല്ല ലക്ഷണവും മോശപ്പെട്ട ലക്ഷണവും പരിഗണിക്കപ്പെടണം എന്നാണ്. വീടിന്റെ നല്ല ലക്ഷണമായി പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം വീടിന്റെ പരിസരത്തിന്റെ സൗകര്യമാണ്. അതിൽ മുറ്റത്തിന്റെ വിശാലത വളരെ കൂടുതൽ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാം വീട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം ആവശ്യത്തിന് സൗകര്യമുള്ള അത്ര സ്ഥലമുണ്ടാകുക എന്നത് ഒരു വീടിന്റെ അനുഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്ന് നമ്മുടെ ചിന്ത മാറി, നമുക്ക് റോട്ടിലേക്ക് കാലെടുത്ത് വെക്കണമെന്ന്, അതിൻ്റെ അടുക്ക് നടക്കാനോ ഇരിക്കാനോ സ്ഥലം ഉണ്ടാവരുത്. അങ്ങനെ റോഡിന്റെ വക്കത്ത് കൊണ്ടുവന്ന് നല്ല വിശാലമായ പറമ്പൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ വീടുണ്ടാക്കി നോക്കുമ്പോൾ ചില ആളുകൾക്ക് റോഡ് വികസനത്തിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടു പോയി. വേറെ ചില ആളുകൾക്ക് അവരെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരം പോലും സംഘടിപ്പിക്കാൻ പറ്റാതെ ഇതുപോലുള്ള വലിയ വലിയ ഹാളുകളിലേക്ക് അഭയം തേടേണ്ടി വന്നു. അല്ലാഹുവിന്റെ നിഅമത്ത് നമ്മുടെ വീട്ടിലേക്ക് വളരെയധികം കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് വീട്ടിൽ വെച്ച് വിരുന്നൂട്ടുന്ന സമയം. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. എന്നാൽ ആ വിരുന്നിന് അവസരമില്ലാത്ത വിധം ആ അനുഗ്രഹങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുകയാണ് ഈ സൗകര്യങ്ങളില്ലെങ്കിൽ. അപ്പൊ നമ്മൾ സൗകര്യപ്രദമായ സ്ഥലം അത് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ നാം വീടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ സാംസ്കാരികപരമായ വിഷയങ്ങൾ ചിന്തിക്കുക. കൂടെ അവിടെ ശുദ്ധജലം ലഭ്യമാണോ, അതോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വഴിയുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു വീടിന് സ്ഥലം പരിശോധിക്കേണ്ടത്. ഇനി ആ വീടിന് സ്ഥലം നമ്മൾ വാങ്ങുന്നതും വീട് നിർമ്മിക്കുന്നതും വളരെയേറെ നാം ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ടാവണം. ഒരു ചെറിയ കാശ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ പണം നമ്മുടെ വീട് നിർമ്മാണത്തിൽ കലരാൻ പാടില്ല. അങ്ങനെ കലർന്നു പോയാലോ, നമ്മളൊക്കെ പഠിച്ച ഒരു മസലയാണ്, പിടിച്ചെടുത്ത സ്ഥലത്ത് വെച്ച് നാം
നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയില്ല. കട്ടെടുത്തതോ പിടിച്ചു പറിച്ചതോ ആയ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമില്ല. ടെക്സ്റ്റൈൽസിൽ നിന്ന് ഉടയാടുകൾ വാങ്ങുന്ന സമയത്ത് അവിടെയുള്ള സെയിൽസ്മാനെ വഞ്ചിച്ചുകൊണ്ട് ഒരു തട്ടമെങ്ങാനും നമ്മുടെ കവറിലേക്ക് കട്ടെടുത്തിട്ട് അത് തലയിലിട്ടുകൊണ്ടാണ് ഒരു സ്ത്രീ നിസ്കരിക്കുന്നതെങ്കിൽ അവളെ നിസ്കാരത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയില്ല. ഇതുപോലെ നാം താമസിക്കുന്ന സ്ഥലം അത് ഹറാമായ കാശുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ആ വീട്ടിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കോ മറ്റു ഇബാദത്തുകൾക്ക് പോലും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. അത്ര വലിയ ദുരന്തമായിരിക്കും നാം ഹറാമായ പണം കൊണ്ട് വീട് നിർമ്മിച്ചാൽ നമുക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാം വീടിന് പ്ലാൻ കാണുമ്പോൾ നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഒരു പ്ലാൻ, അതിന്റെ അപ്പുറത്താകുമ്പോഴാണ് ഈ നിർമ്മിക്കാൻ പോകുന്ന വീട് നിൽക്കേണ്ട സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തേണ്ടി വരിക. അത് ബാങ്കിൽ വെച്ച് ലോൺ എടുത്തുകൊണ്ടാണോ നിങ്ങൾ വീടെടുക്കുന്നത്? ഒരിക്കലും. വല്ലാഹു ജഅലലക്കും മിൻ ബുയൂത്തിക്കും സക്കനാ, നിങ്ങളെ വീട്ടിൽ അല്ലാഹു ശാന്തി നിറച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം അല്ലാഹ് നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ നിർമ്മിച്ച ഒരു വീട്ടിൽ ലഭിക്കുകയില്ല. അവിടെ എന്നും കലഹമായിരിക്കും, എന്നും സംഘർഷമായിരിക്കും. ഉമ്മാക്ക് വാപ്പയെ കണ്ടുകൂടാ, മക്കൾക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുശാഠ്യവും ദുശീലവും. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടോ? നിങ്ങൾ അടിസ്ഥാനപരമായി പരിശോധിക്കുക. നിങ്ങളുടെ പറമ്പിന്റെ ആധാരം എവിടെയാണുള്ളത്? നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശ് ഏത് അറബിയെ വഞ്ചിച്ചുകൊണ്ട് സമാഹരിച്ചതാണ്? നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും നിഷിദ്ധമായ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാകരുത് നമ്മുടെ വീട് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നാം വീട് നിർമ്മിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത രീതിയിൽ ദുർവ്യയം ചെയ്തുകൊണ്ടുള്ള വീടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടു. ഒരാളുടെ ഭാഗ്യമാണ് വൽ ബൈത്തുൽ വാസി, സൗകര്യപ്രദമായ ഒരു വീട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ ദൂർത്തടിച്ച വീട് എന്നല്ല. സൗകര്യം എന്നത് ആപേക്ഷികമാണ്. ആ കുടുംബത്തിലെ അംഗബലം എത്രയാണ് അത് പരിഗണിച്ചുകൊണ്ട് ആവശ്യത്തിന് റൂം ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരു റൂമിൽ ഉറങ്ങാൻ പാടില്ല. നമുക്കത് പറയാം, വീട്ടിലുള്ള പെരുമാറ്റം പറയുമ്പോൾ പറയാം. ഒരു റൂമിൽ എല്ലാവരും കൂടി ഒന്നിച്ചുറങ്ങുക അത് പാടില്ല. അപ്പൊ ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കൊക്കെ താമസിക്കാൻ ആവശ്യമായ റൂമുകൾ നിർമ്മിക്കുക. അത് ദൂർത്തല്ല. എന്നാൽ അമിതമായ മോടി പിടിപ്പിക്കുന്നതും അനാവശ്യമായ സൗന്ദര്യവൽക്കരണവും ഒക്കെ അത് ദൂർത്തായി മാറും. ഇതുപോലെ 4 ആളുകൾക്ക് താമസിക്കാൻ 10ഉം 14ഉം ഒക്കെ റൂം എടുത്തിടുന്ന ആളുകളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം, ആൾപ്പാർപ്പില്ലാത്ത റൂമുകൾ പിശാചിന്റെ സങ്കേതങ്ങളായിരിക്കും. ആടെ ശൈത്താനാ പിന്നെ വന്നുകൂടാ. നമുക്ക് അവിടെ പരിചരിക്കാനോ അവിടത്തെ മാറാല പോലും നീക്കാൻ നേരം ഉണ്ടാവില്ല നമ്മൾ ഉമ്മമാർക്ക്. പിന്നെ പിശാചിന്റെ വിളയാട്ടമായിരിക്കും ഈ ദൂർത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട, ദൂർത്തായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട വീട്ടിൽ നടക്കുക. വീട് നിർമ്മിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ചിന്തയിൽ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലളിത ജീവിതത്തെ കുറിച്ചൊരു ബോധമുണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്, ചില വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ ആ വീടിന്റെ മതിൽക്കെട്ട് അത് മാത്രം നോക്കുമ്പം പാവപ്പെട്ടവർക്ക് തോന്നിപ്പോകുന്നു ആ മതിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു 10 വീടെങ്കിലും നിർമ്മിക്കാമായിരുന്നല്ലോ. ഈ രീതിയിലാണ് പലരുടെയും ദൂർത്തിന്റെ രൂപം. വീടിന്റെ മുകൾ ഭാഗത്ത് ചെലവ് ചെയ്യുന്ന പണം എത്രയാണ് കാണുന്നില്ല. പക്ഷേ എങ്കിലും വീടിന്റെ മേലെ കൊണ്ടുപോയി ലക്ഷങ്ങളതാ അവിടെ ദുർവ്യയം ചെയ്യുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂമിലേക്ക് ഒരിക്കൽ കയറി ചെല്ലുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് വസ്ത്രം മാറി
അവിടത്തെ കട്ടിലിൽ കിടക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടുന്ന് എഴുന്നേറ്റിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോഴതാ അവിടുന്ന് കിടക്കാൻ ഉപയോഗിച്ച പായയുടെ അടയാളം അങ്ങനെ തന്നെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്നു. ഉമർ ഖത്താബ് തങ്ങൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അന്ത്യപ്രവാചകനാണ്, അള്ളാഹുവിന്റെ മഹ്ബൂബാണ്. ഇതുപോലത്തെ ഒരു നേതാവ് ഇനി വേറെയില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ചീഫ് ഖാദിയാണ്, സൈനിക കമാൻഡറാണ്, പള്ളിയിലെ ഇമാമാണ്, ഖത്തീബാണ്. എന്തൊക്കെ പദവികളുണ്ടോ, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ, ഇതിന്റെ മുഴുവൻ നേതൃസ്ഥാനത്ത് വിരാജിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവ് ഉറങ്ങുന്ന പായ, ആ പായയുടെ അടയാളമാണ് ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്നത്. മഹാനവറുകൾ ഒന്നുകൂടി പരിസരം നിരീക്ഷിച്ചു. ഇനി എന്തൊക്കെയാണ് ആ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങൾ? നബി കടക്കാൻ ഉപയോഗിച്ച കട്ടിൽ ഈന്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ചതാണ്. പായ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയതാണ്. അതേ പനയുടെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത നാര് നിറച്ച തലയണയാണ്. ഇനി ആ റൂമിലുള്ളത് ഒരു ചെറിയ തോൽ സഞ്ചിയുണ്ട്, അതിലൽപ്പം വെള്ളം കിടക്കുന്നു. വേറെ ഒരു പാത്രത്തിൽ ഏതാനും യവമണികളാണുള്ളത്. മറ്റൊരു ചെറിയ പാത്രത്തിൽ അവിടുന്ന് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. ഇത്രയുമാണ് ഒരു ഭരണാധികാരിയുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഗൃഹോപകരണമെങ്കിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ ദാക കിസ്റാ വ കൈസർ, അങ്ങ് കണ്ടില്ലേ കൈസർ രാജാവ്, കിസ്റ രാജാവ്, അവരൊക്കെ ദാ അമ്പരചുംബികളായ ആകാശത്തെ മുത്തമിട്ട് നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങളിലല്ലേ നബിയെ താമസിക്കുന്നത്? അവർക്കൊക്കെ ഉറങ്ങാൻ തൊട്ടിലുകളില്ലേ? താരാട്ടുപാടാൻ തോഴിമാരില്ലേ? വഅന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയെ അവിടുന്ന് അള്ളാന്റെ ദൂതരല്ലേ? അങ്ങല്ലേ ഇതൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും അർഹതയുള്ള ആള്. അവിടത്തേക്ക് ഞങ്ങളൊരു പുതിയ ബെഡ് വാങ്ങി തന്നാൽ അവിടുന്ന് സ്വീകരിക്കുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഉമറേ, അവരൊക്കെ ഈ ദുന്യാവിൽ മാത്രമേ അവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയൂ. നമുക്ക് അള്ളാഹു പരലോകത്ത് തയ്യാറാക്കിയ ബെഡും അവിടെ റെഡിയാക്കി വെച്ച വലിയ വലിയ കൊട്ടാരങ്ങളും സൗകര്യങ്ങളുമില്ലേ? അതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാൻ അങ്ങോട്ട് യാത്ര പോകുകയാണ്. യാത്ര പോകുന്ന ഒരു വ്യക്തി വിശ്രമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്നാൽ, ഒരു ബസ് സ്റ്റോപ്പിലോ ഒരു മരത്തണലിലോ ഇരുന്നാൽ, ആദ്യം ആ മരത്തണലും ബസ് സ്റ്റോപ്പും ഒക്കെ അവിടെ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവിടെ മോടി വർദ്ധിപ്പിക്കാനോ അവൻ നിൽക്കുകയില്ലല്ലോ. എത്രയും പെട്ടെന്ന് യാത്ര തുടരണമെന്ന ബോധത്തോടെയല്ലേ അവൻ അവിടെ ഇരിക്കുക, വിശ്രമിക്കുക. ഇതുപോലുള്ള മനസ്സാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ബെഡ് വേണ്ട, വേറെ സൗകര്യങ്ങൾ വേണ്ട. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടേണ്ടത്. അനാവശ്യമായ ചെലവുകൾ ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും അത് ഈ രീതിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി വാർത്തുകുത്തിയിരിക്കുകയാണ്. ഇനി എന്താ അത് പൊളിച്ചാ കിട്ടുക? പൊളിക്കണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം, ഒന്നും ഇങ്ങോട്ട് കിട്ടൂല. നമ്മളെ സമ്പാദ്യം അങ്ങനെ. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും കിട്ടുന്നത് മുഴുവനും വീടിന്റെ മേലെ കയറ്റി അവസാനം ഖുറൂജടിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടാൽ അത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള കാശ് പോലും ഇല്ലാതെ അവര് നട്ടം തിരിയും. ഈ രീതിയിൽ വീട് എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ എല്ലാ സമ്പത്തും കൊണ്ടുപോയി നശിപ്പിക്കുന്ന ശീലം ഉപേക്ഷിച്ച് ദൂർത്തില്ലാത്ത രീതിയിലും അതേ സമയത്ത് നമ്മുടെ കുടുംബങ്ങളുടെ അംഗബലമനുസരിച്ചുമാണ് റൂമുകൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ബാത്റൂം അത് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രധാനമായും നമ്മൾ എപ്പോഴും പരിശുദ്ധ കഅബാലയത്തെ ബഹുമാനിക്കണം. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മൂത്രമൊഴിച്ചുകൂടാ മറയില്ലാതെ.
അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നാം നിസ്കരിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നമ്മുടെ എല്ലാ നല്ല കാര്യം. ഇതൊക്കെ സുന്നത്താണ്, നിസ്കാരത്തിന് നിർബന്ധമാണ്. ഈ ഭവനത്തിലേക്ക് ഒരിക്കലും അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ ടോയ്ലറ്റ് നിർമ്മിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ നമ്മുടെ വീട്ടിന് ഐശ്വര്യം. അഥവാ ഈ നാട്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ നാടിന്റെ പടിഞ്ഞാറ് ഭാഗം, നമ്മുടെ വീടിന്റെ പടിഞ്ഞാറു ഭാഗത്ത് വീട്ടിന്റെ ഉള്ളിലും പുറത്തും കക്കൂസ് വരാത്ത വിധത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആദരിക്കേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കക്കൂസിന്റെ മലസംഭരണ ടാങ്കും ഖിബിലയുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കുക, അതിന്റെ ഭാഗം മാറ്റിക്കളയുക. അങ്ങനെ വന്നാൽ നമ്മൾ ആദരിക്കേണ്ട ഒരു ഭവനത്തെ അനാദരിച്ചാൽ അതിൻ്റെതായ ദുസ്വഭാവങ്ങളൊക്കെ അവിടെ താമസിക്കുന്ന ആളുകളിൽ പ്രകടമാകും. അത് നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. എന്നാൽ മറയുള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും റൂമിൽ നമ്മൾ നിർമ്മിച്ച ഭാഗത്ത് നിർമ്മിച്ച കക്കൂസ് ഖിബിലയുടെ നേരെ ഇരുന്നു പോകുന്നതിന് പ്രശ്നമില്ല, മറ ഉണ്ടായ പ്രശ്നമില്ല. മറല്ലാതെ ആക്കുമ്പോഴും അതുപോലെ തന്നെ പ്രത്യേകമായി ടോയ്ലറ്റായി നിർമ്മിക്കപ്പെടാത്തപ്പോഴുമാണ് ഖിബിലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാന്ന് പറഞ്ഞത്. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വിസർജനം നടത്തുന്നതിനോട് പ്രശ്നമില്ല. എന്നാൽ ആ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ ഒരു ടോയ്ലറ്റ് കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക. അതെന്തിനാണ്? മയ്യത്ത് കുളിപ്പിക്കേണ്ടിയൊക്കെ വരുമ്പോൾ അതിനും കൂടിയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി വിശാലമായ ഒരു ടോയ്ലറ്റ്, ഒരു ബാത്റൂം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാൽ ആ നേരത്ത് പിന്നെ പുറത്തൊരു ഷെഡ് കെട്ടി മയ്യത്തിന് അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് ആണിനും പെണ്ണിനൊക്കെ അങ്ങനെ കൊണ്ടുവന്നൊരു ശീലമുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണത്തിൽ മുറ്റത്തിന്റെ മുൻഭാഗത്തെ മുറ്റം പ്രത്യേകിച്ചും അത് നല്ല സൗകര്യം ഉള്ള രീതിയിലാക്കുക, നല്ല സൗകര്യമുള്ള മുറ്റം. എന്നാൽ ആ വീട് നല്ല സൗകര്യമുള്ള വീടായി തോന്നും. ഉള്ളു നല്ല സജ്ജീകരണങ്ങളും സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ പുറത്ത് തീരെ വിശാലത അല്ലെങ്കിലോ ആ വീട് ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെടുക. അവിടെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. കാരണം ഈ ഉള്ളിൽ അങ്ങനെ ആൾക്കാരെ നമുക്ക് കയറ്റുകയോ കയറുകയോ ചെയ്യൂല. അതൊക്കെ പുറത്ത് കഴിഞ്ഞു പോകണം. അതിന് പറ്റിയ വിശാലമായ സൗകര്യം വീടിന്റെ മുൻഭാഗത്ത് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ, അതിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ, അതിന് കല്ല് വെക്കുമ്പോൾ, അതിന് കട്ടില വെക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ അല്ലാഹുവിനെ കൂട്ടുപിടിച്ചു വേണം പ്രവർത്തനം തുടങ്ങാൻ. മഹാന്മാര് പറയുന്നു, നിർമ്മാണ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ദിവസം അത് ഞായറാഴ്ചയാണ്. പലതിനും ദിവസം വ്യത്യാസമുണ്ട്. വിവാഹത്തിന് നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച രാവിലെയാണ്. നമ്മൾ ആരും തിരഞ്ഞെടുക്കാത്തൊരു ദിവസമാണത്. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച്, ജുമാഅത്ത് പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്യലാണ് ഏറ്റവും അഫ്ളല്. എന്നാൽ വീട് നിർമ്മാണം പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ നല്ല ദിവസം അത് ഞായറാഴ്ചയാണ്. ദിവസങ്ങളിൽ ഏത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാലും പിന്നെ സമയം ഏറ്റവും നല്ലത് പ്രഭാതത്തിലാണ്. അത് ഏത് കാര്യത്തിനും രാവിലെ ആവുക. അത് വീടിനാണെങ്കിലും അതുപോലെ മറ്റെന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും രാവിലെ തുടങ്ങുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഉള്ള ഒരു സമയമാണ്. എന്റെ സമുദായം പ്രഭാതത്തിൽ തുടങ്ങുന്ന എല്ലാറ്റിലും നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ആ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ കട തുറക്കുമ്പം അത് രാവിലെ നേരത്തെ തുറക്കുക. കച്ചവടക്കാരൊക്കെ ശീലമാക്കേണ്ടതാണ്. രാത്രി നിങ്ങൾ കുറച്ച് നേരത്തെ അടച്ചാലും രാവിലെയുള്ള കട തുറക്കൽ അത് നേരത്തെ ആവണം. അത് 10 മണി വരെ കടന്നുറങ്ങി പോയാൽ യാതൊരു ബർക്കത്തും ആ കച്ചവടത്തിൽ ഉണ്ടാവില്ല. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം അവര് പ്രഭാതത്തിൽ തന്നെ കച്ചവടത്തിന് പോയപ്പോൾ വമ്പിച്ച ലാഭമുണ്ടായതായി ഒരുപാട് സ്വഹാബികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളും രാവിലെ തുടങ്ങുക. ഞായറാഴ്ചയാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടത് നമ്മൾ പറഞ്ഞു. തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ കല്ലിടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂട്ടുപിടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഏത് സംരംഭം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങണം എന്ന് നമ്മൾ മറക്കരുത്. അവിടെ ആ രീതിയിൽ നല്ല ആത്മാർത്ഥമായി ബിസ്മി ചൊല്ലിയിട്ട്
അത് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരാളെ വിളിക്കുന്നതിനും വിരോധമില്ല. അവിടെ കൂടിയവരും അവിടെ നിൽക്കുന്നവരും ഒക്കെ അത് വെക്കുന്ന സമയത്തൊന്ന് ബിസ്മി ചൊല്ലുക. പരക്കാരനും തിരക്കിന്റെ ഇടയിൽ ഇത് മറന്നു പോകുകയാണ്, മറക്കാൻ പാടില്ല. അവനും കൂടിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് അടവെക്കുക. അതിന് കട്ടില് വെക്കുമ്പോഴും മറ്റെല്ലാ പ്രത്യേകം തുടക്കണ്ടോ അതിനൊക്കെ ബിസ്മി ഇല്ല നല്ലതാ. ബിസ്മി കൂടിയാൽ ഒന്നും തകരാറ് വരാൻ പോകുന്നില്ല, കുറഞ്ഞാലാണ് ബർക്കത്ത് കുറയുക. ബിസ്മി വലിയ ബർക്കത്തിന്റെ നിറകുടമാണ്. അങ്ങനെ തുടങ്ങിയ വീട്, ആ വീടിന്റെ ഗൃഹപ്രവേശം അതും നടത്താൻ പറ്റിയ സമയം ഏത് തന്നെയാ നല്ലത്? പ്രഭാതം തന്നെയാണ്. ഇപ്പൊ ചില ആളുകൾ പറയും വീട് നമ്മൾ രാത്രി ഉറങ്ങാനുള്ളതല്ലേ, അപ്പൊ രാത്രിയല്ലേ വീട്ടു കൂടണ്ട്. അതൊരു ന്യായീകരണം മാത്രമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉള്ളത് പ്രഭാതത്തിൽ തുടങ്ങുന്നതിനാണ് ദുആ. അതുകൊണ്ട് ആ പഴമക്കാരൊക്കെ സുബഹിക്കാണ് ഗൃഹപ്രവേശം നടത്തുക. അങ്ങനെ സുബഹി സമയത്ത് നേരത്തെ തന്നെ വീട്ടിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി നമ്മൾ വീടിന്റെ ഉദ്ഘാടനം നടക്കുന്നു. അങ്ങനെ വീട് നിർമ്മാണം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ആ വീട്ടില് നമ്മളതാ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആ വീടിന്റെ ഭരണം, ആ വീടിന്റെ നിയന്ത്രണമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു വീട് എന്നത് കുടുംബത്തിന്റെ പാർലമെന്റാണ്. ഈ പാർലമെന്റിന് ഒരു പ്രസിഡന്റും ഒരു പ്രധാനമന്ത്രിയും ഉണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മർഉ റാഇൻ അലാ അഹ്ലി ബൈത്തിഹി. ഓരോ വീട്ടിലെയും ഗൃഹനാഥൻ, അവിടത്തെ പുരുഷൻ, അവിടത്തെ പിതാവ്, ആ കുടുംബത്തിന്റെ മൊത്തം വീട്ടുകാരുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളുമുള്ള അതിന്റെ തലവനാണ്. അയാൾക്കാണ് അവിടുത്തെ ഭരണ ചുമതല, ആ വീട്ടുകാരുടെ മൊത്തം ഭരണ ചുമതല. അയാളെ നമുക്ക് വീടിന്റെ പ്രസിഡന്റായി കാണാം. ആ വീട്ടുകാരെ ഏത് വിഷയത്തിലും തീരുമാനമെടുക്കുകയും അവരെ മുഴുവനും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വീട്ടിന്റെ ഉടമസ്ഥനായ അവിടുത്തെ പിതാവാണ്, അവിടുത്തെ ഗൃഹനാഥനാണ്. എന്നാൽ ഇനി ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് അവിടെ അവരോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ മർഅതു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ വവലദിഹി. വീട്ടിലെ സ്ത്രീ അഥവാ ഉമ്മ, അവരാണ് വീടിന്റെ ഭരണാധികാരി. വീട്ടുകാരെ ഭരിക്കേണ്ടത് ആരാന്നാ നേരത്തെ പറഞ്ഞത്? അവിടുത്തെ പുരുഷനാണ്. എന്നാൽ വീട് ഭരിക്കേണ്ടത് ആരാ? അത് അവിടുത്തെ ഉമ്മയാണ്, അവിടുത്തെ ഭാര്യയാണ്, അവിടുത്തെ സ്ത്രീയാണ്. അതോടൊപ്പം അവർക്ക് ഭരിക്കാൻ ഒരു ടീമിനെയും കൂടി അല്ലാഹു കൊടുത്തു, വലദിഹി. ആ ഉമ്മാക്ക് തന്റെ ഭർത്താവിലൂടെ ഉണ്ടായ മക്കൾ, ആ കുട്ടികളെയും ഉമ്മ ഭരിക്കാം. ബാക്കിയുള്ളവർ ഉമ്മ ഭരിക്കാൻ നിന്നാൽ അവര് വഴങ്ങൂല. അങ്ങനെയാണ് പ്രകൃതി, അതാണ്. അപ്പൊ ഉമ്മാക്ക് ഭരിക്കാനുള്ളത് വീടും ആ വീട്ടിലെ മക്കളുമാണ്. ഈ രണ്ട് വിഭാഗവും വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയുകയും അവരുടെ ഇടപെടലുകൾ സജീവമാക്കുകയും ചെയ്താൽ നേരത്തെ അള്ളാഹു പറഞ്ഞ ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഭവനങ്ങളായി നമ്മുടെ വീട് മാറും. ഒന്നാമതായി വീട്ടിന്റെ ഭരണാധികാരി നമ്മൾ പറഞ്ഞു, അത് ഉമ്മയാണ്. ആ ഉമ്മാക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലിയുണ്ട്. നല്ല ഒരു വീട്, ആ വീട്ടിൽ നിന്നാണ് നല്ല സമൂഹത്തെ നമ്മൾ സംസ്കരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും നല്ല കുടുംബമാകുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമ്മമാര് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന്, വീട് എന്നത് നമ്മുടെ സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണമെങ്കിൽ ആദ്യമായി നല്ല വൃത്തിയും ശുദ്ധിയും എല്ലാവരുടെ വീടിനും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ്? വൃത്തിയില്ലാത്ത അന്തരീക്ഷം, ആ അന്തരീക്ഷം തന്നെ നമ്മളെ സമാധാനം കെടുത്തും. നിങ്ങൾ നോക്കൂ, നമ്മൾ നല്ല ഒരു ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ഒരു KSRTC ബസ്സിലോ മറ്റോ കയറി ഒന്ന് ചാരി, അപ്പോഴാരെന്ന് പറഞ്ഞു പുറത്തെന്തായത്, സുബ്ഹാനല്ലാഹ്. ഇനി അന്ന് അയാൾക്ക് ആ ഡ്രസ്സ് മാറാതെ ടെൻഷൻ തീരുവോ? നമ്മൾ കാണുന്നൊന്നുമില്ല, എന്നാലും പുറത്തങ്ങനെ എന്തോന്നുണ്ട് എന്ന് തോന്നിയാ മതി, വല്ലാത്ത ടെൻഷനായി. വൃത്തികേട് എന്നത് മനുഷ്യന്റെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും.
ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, വൃത്തി എന്ന് പറയുന്നത് അത് മനുഷ്യന് സമാധാനം തരും, അവന്റെ ടെൻഷൻ അകറ്റും. ആ വൃത്തികേട് നമ്മുടെ വീട്ടിൽ ഉണ്ടായി പോകരുത്. അതിന്റെ കൂടെ വൃത്തിഹീനമായ ചുറ്റുപാട് വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാരുടെ ആരോഗ്യത്തിന് തകരാറ് പറ്റുകയും അത് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വീട്ടിൽ ഒരംഗമെങ്ങാനും സുഖമില്ലാത്തതുണ്ടായാൽ ആ വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സുഖമില്ലെങ്കിൽ വല്ല സമാധാനവും നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന വീടായി മാറണമെങ്കിൽ ആ വീട് എപ്പോഴും വൃത്തിയും ശുദ്ധിയുമുള്ളതായിരിക്കണം. എങ്ങനെയാണ് വീട് വൃത്തിയാക്കേണ്ടത്? നമുക്കതിന്റെ മുൻഭാഗം മുതൽക്ക് തുടങ്ങാം. ഒരു വീടിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ മുൻഭാഗമാണ്. ആ മുൻഭാഗത്തേക്ക് ഒരാൾ വന്ന് ഒന്ന് തലങ്ങും വിലങ്ങും നോക്കിയാൽ അയാൾക്ക് പറയാൻ കഴിയും ഈ കുടുംബത്തിന്റെ സാംസ്കാരിക നിലവാരം എത്രമാത്രമുണ്ട്, ഈ കുടുംബത്തിന്റെ അച്ചടക്കം എത്രമാത്രമുണ്ട്, ഇവരുടെ സ്വഭാവം ഏതു വിധത്തിലാണ്. അല്പം മനഃശാസ്ത്രപരമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു വീടിന്റെ മുഖത്ത് വന്ന് അതിന്റെ മുൻവശത്ത് വന്നൊന്ന് നോക്കിയാൽ ആ വീട്ടുകാരുടെ നിലവാരം പറയാൻ കഴിയും. വിവാഹാന്വേഷണത്തിന് വരുന്നത് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അയൽവാസികളോടൊന്നും ചോദിക്കണ്ട, അവിടെ നിന്നിങ്ങനെ നോക്കിയാ ഇവിടുത്തെ പാത്തുമ്മ എങ്ങനെയുണ്ട്, ഇവിടുത്തെ കുട്ടികളുടെ സ്വഭാവം എന്താണ്, ഇവിടുത്തെ ആളുകളുടെ രീതി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ. എന്താ കാരണം? അടുക്കും ചിട്ടയും വൃത്തിയും ശുദ്ധിയും. ഇത് നമ്മുടെ നല്ല സമൂഹ സൃഷ്ടിക്ക്, നല്ല കുടുംബ സംവിധാനത്തിന് അനിവാര്യമായൊരു ഗുണമാണ്. ഇന്ന് നാം ഒരു വീടിന്റെ മുൻവശത്തേക്ക് ചെന്നാൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ സ്വാഗതം ചെയ്യുന്നത്? നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പലതുമാണ്. പ്രധാനമായും റോഡ് പോലും ഇല്ലാത്തവരും ഇന്ന് കാറ് നിർത്താനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ടാവും. റോഡില്ല, എന്നാലും കാറ് നിർത്തിയിട്ടാണ് ഇത് വീടുണ്ടാക്കി. കാറില്ലാത്തത് കൊണ്ട് അവിടെ എന്തിനാ നിർത്തിയിടുക? അധിക ആളുകളും ഒരു 2 ലോഡ് ചിരട്ടയും ചകരിയും ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നടക്കും. വീട്ടിന്റെ മുൻവശത്ത് ചെന്നാൽ അതാ കാഴ്ച. അവിടെ എല്ലാ ജാതി ഹിംസ്ര ജന്തുക്കളും ഇഴജീവികളും ഒക്കെ അവിടെ വന്നുകൂടും. ഇടക്കിടക്ക് ഇങ്ങനെ തീവണ്ടി പോണമായി ചേരാട്ടിയൊക്കെ കാണാൻ ചുമരുമ്പോ കൂടെ ഇങ്ങനെ പോകണം. ഇത് മുന്നിൽ കൊണ്ടിട്ടിട്ടാണ്. വേറെ ചില ആളുകൾ ആ സ്ഥലത്ത് 2 ലോഡ് മണലിറക്കും. ഒന്നുമില്ലെങ്കിൽ മണൽ കൊണ്ടിടും. എന്നാലും എന്ത് ചെയ്യും? രാത്രിയും പകലും ഒക്കെ പൂച്ച വന്നിട്ട് ഓൽക്കല്ല സുഖം, കുറച്ച് മാന്തിയാ മതി. അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് പോയി മാന്താൻ ബുദ്ധിമുട്ടാണ്, അത് ലേശം മാന്തിയിട്ടാണ് മൂടിയിട്ട് പോവാ. ആ വീടിന്റെ കോലായിലിരിക്കുമ്പം പൂച്ചയുടെ കാഷ്ടവും മൂത്രവും മണക്കാതെ ഇരിക്കാൻ കഴിയൂല. ഒന്നുകൂടി പുരോഗമിച്ച ആളുകളാണെങ്കിൽ അവരെ വീട്ടിൽ 2 പശുക്കൾ ഉണ്ടാവും, ഒരാടും ഉണ്ടാവും. അതിന് എവിടെയാണ് പാർക്ക് ചെയ്യിപ്പിക്കുക? ഈ കാർ പോർച്ചിലാണ്. ഇവരിത് പറയണ്ടല്ലോ, രാത്രി ആയാൽ ഇവരിങ്ങനെ ചായ പാരും പുട്ടുചൂടും, ഇത് തന്നെ പരിപാടി. ആ വീട്ടിൽ സ്ഥിരം താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വാസന ഉണ്ടാവില്ല. കാരണം എന്താ? അവരെന്നും മണത്തിട്ട് മാർക്കറ്റിൽ ജോലിയുള്ള മാതിരിയായിപ്പോയിന്. അവർക്ക് മീൻ മണക്കൂല. പുറത്തുനിന്ന് വരുന്നവനാ മൂക്ക് കുത്തുക. ഇതേ രീതിയിൽ ആ വീട്ടുകാർക്ക് ഇത് അലോസരം ഉണ്ടാക്കൂല. ഒരതിഥി വരുമ്പോഴാണ് എന്താ ഇവിടെ നാറുന്നത്, ഇവിടെ എന്താ വൃത്തിയില്ലാത്തത്, അവര് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ വീടിന്റെ മുൻവശത്ത് ആല പോലുള്ളത് കെട്ടിയോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തോ മലിനപ്പെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ മനസ്സും അവരെ നിലവാരവും സ്വഭാവവും ഒക്കെ വായിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരടയാളമാണ് വീടിന്റെ മുൻഭാഗം. ഇതുപോലെ വീടിന്റെ മുൻഭാഗത്ത് വേറെ ചില ആളുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അയല് കെട്ടും വീടിന്റെ മുന്നിൽ. എന്നിട്ട് അതിന്മേൽ എല്ലാ സാധനവും തൂക്കിയിടും. ആ വീട്ടിലേക്ക് കയറി വരുന്നവന്റെ മുഖത്ത് തട്ടുന്നത് ഈ ഫത്തുഹും കസൂറും ലൊമ്മും ഒക്കെയാണ്. പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോവുകയാണ്. പക്ഷേ ഇത് പാടില്ല. അത് വീടിന്റെ മറ്റേ ഭാഗത്തേക്ക് പോട്ടെ. മുൻവശത്ത് ഇതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകരുത്. പിന്നെയോ വീടിന്റെ മുൻഭാഗം അവിടെ സാധ്യമാകുമെങ്കിൽ 1 or 2 തണൽ മരങ്ങളെ നമ്മൾ കുഴിച്ചിടണം. ഉപകാരത്തിന് പറ്റുന്ന രീതിയിലുള്ളതായാൽ നല്ലതാണ്. എന്നാൽ
തണൽ മരങ്ങളിൽ തന്നെ ഇന്ന് ധാരാളം അപകടകാരികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാട്ടുബദാം. ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ ഇവിടുന്ന് ഇറക്കുമതി ചെയ്ത മരമാണ്. ഒരു 10-20 കൊല്ലം മുമ്പ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും അതായി. അതിന് ചില പ്രത്യേക സമയത്ത് നന്നായി പുശു നിറയും. എന്നിട്ട് അതിങ്ങനെ കയറുമ്മൽ ഇറങ്ങിയിട്ട് തൊള്ളയിലേക്കൊക്കെ വന്നു പോകും. ഇങ്ങനത്തെ മരം നമ്മൾ മുന്നിൽ വെക്കാതിരിക്കുക. പിന്നീട് ഉപയോഗത്തിനും പറ്റുന്ന, ഉപകാരത്തിന് പറ്റുന്ന മരം നോക്കി വെക്കുക. അതുപോലെ ഉമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം, വീടിന്റെ മുൻവശത്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ നല്ല പൂക്കളുണ്ടാകുന്ന, സുഗന്ധം നൽകുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ആ വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ഓക്സിജൻ ലഭിക്കും. അവിടുത്തെ കുട്ടികൾക്ക് പൂക്കളെ പോലെയുള്ള സൽസ്വഭാവം ഉണ്ടാകും. എത്ര പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും ഈ പൂക്കളെ കണ്ടാൽ അവന്റെയും മനസ്സിന് അലിവുണ്ടാകും. അങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടി വൃത്തിയോടുകൂടെ ഉമ്മമാര് വെച്ച് പിടിപ്പിക്കണം. അതിന് കുറച്ചൊരു കലാബോധത്തോടുകൂടെ വെക്കണം. ചില ആളുകൾ ചെടി വെക്കും, അത് കാടായി മാറും. അങ്ങനെ ആവരുത്. അത് കുഴിച്ചിട്ട് കണ്ടാൽ തന്നെ അതൊരു മനഃപൂർവ്വം വെച്ചാന്ന് തോന്നണം. ആ പെണ്ണിന്റെ കരവിരുതും കഴിവും ഒക്കെ അവിടെ നിന്നാണ് ആളുകൾ വായിച്ചെടുക്കുക. അങ്ങനെ മുൻഭാഗത്ത് നല്ല സജ്ജീകരണം. ഇനി മുന്നിൽ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കുന്നു, നല്ലതാണ്. പ്രത്യേകിച്ച് റോഡിന്റെ വക്കത്ത് താമസിക്കുന്ന ആളുകൾ ഗേറ്റ് നിർമ്മിക്കണം. ഗേറ്റ് നിർമ്മിക്കുമ്പോൾ 2 ഗേറ്റ് ഉണ്ടാക്കാൻ മറക്കരുത്. ഒന്ന്, സാധാരണ നമുക്ക് വാഹനം കയറ്റാനും നമ്മൾ മാത്രം വീട്ടിലുണ്ടാകുന്ന സമയത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ വേണ്ടി മുൻഭാഗത്ത് തന്നെ ഒരു ഗേറ്റ് വേണം. പിന്നെ മറ്റൊരു ഗേറ്റ് എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പം, പരിപാടികൾ ഉണ്ടാകുമ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായി കയറാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേണം. പല സ്ഥലത്തും കല്യാണത്തിന് പോയാൽ കയറാൻ തോന്നാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട്. കാരണം എന്താ? ആകെ ഉള്ളത് ഈ നീറായിന്റെ വായ പോലെയാണ്. തിന്നാനും അത് പുറത്തു വിടാനും ഒക്കെ ഒരു റൂട്ടാന്ന് പറഞ്ഞ മാതിരി ആണും പെണ്ണും പോവാനും വരാനും ഒക്കെ ഒരു വഴി. എന്നിട്ട് അവിടെ ഇടകലർന്ന് ഹറാമായ കല്യാണമായി മാറുന്ന ഒരവസ്ഥ വ്യാപകമാണ്. അതില്ലാതെ 2 ഗേറ്റ് വെക്കുക. ഒന്ന്, ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ കൂടി വരുമ്പം അവർക്ക് കയറാനുള്ള ഒരു റൂട്ട്. മറ്റൊന്ന്, സാധാരണ ഉപയോഗിക്കുന്ന ഗേറ്റ്. ഇതാണ് വീടിന്റെ മുൻഭാഗത്തിന്റെ ചെറിയൊരു ചിത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മുൻവശത്തേക്ക് കയറുന്നു. ആ കയറുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം. അവിടെ ഉള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും നമ്മെ വിലയിരുത്താൻ കാരണമാകും. വീടിന്റെ മുൻവശത്ത് കോലായിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ സ്വീകരണ മുറി, ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടവും സൗകര്യങ്ങളും എപ്പോഴും നല്ല വൃത്തിയുള്ളതും നല്ല ചിട്ടയൊത്ത രീതിയിൽ തന്നെ സ്ഥാപിച്ചതുമായിരിക്കണം. പല വീട്ടിൽ നമ്മൾ കയറി വയ്ക്കിയ സ്ഥിതി എന്താ? സംഗതി നല്ല ആദി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഭർത്താവ് വാങ്ങിക്കൊടുത്തത്. എന്നാൽ ഒരൊറ്റ ഒന്നുണ്ടോ ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റി ഉണ്ടാവില്ല. ചിലതിങ്ങനെ കാല് മേലെ ഉണ്ടാവും, മറിഞ്ഞു കിടക്കുന്നുണ്ടാവും, വേറെ തിരിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കുട്ടികളുള്ള വീടല്ലേ ഉസ്താദ് എന്ന് ചോദിക്കും. കുട്ടികളുള്ള വീട്ടിൽ ഇതൊക്കെ ക്രമീകരിക്കലാണ് പെണ്ണിന്റെ ഡ്യൂട്ടി. കുട്ടികൾ മറിച്ചിടും, അപ്പം നിങ്ങൾ നിർത്തി വെക്കണം. ഈ കുട്ടികളെ കൊണ്ട് തന്നെ നിർത്തി വെപ്പിക്കുകയും വേണം. അതൊക്കെ ശ്രദ്ധിക്കണം. ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതാകെ അലങ്കോലപ്പെട്ട് എന്തോ സമരം കഴിഞ്ഞ ഓഫീസ് റൂം പോലെ ആവാൻ പാടില്ല. അത് വളരെ ചിട്ടയോടുകൂടെ തന്നെ വെക്കുക. പിന്നെ പലതൊന്ന് കാണാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മേലെ തന്നെ ഉണ്ടാവും. പുറത്ത് തയ്യാറാക്കിയ ഇരിപ്പിടത്തിന്റെ മേലെയാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ ഉള്ളത്, അടുക്കളയിലെ കത്തിയുള്ളത്, പാവാടയുള്ളത്, എല്ലാ സാധനവും ഉള്ളത് എവിടെയാ? പുറത്തിരിക്കുന്ന അടുത്ത്. കുട്ടികൾ മൂത്രമൊഴിച്ച് വെച്ചത് അങ്ങനെ തന്നെ രാവിലെ വെച്ചതാണ്, അതിന് വൈകുന്നേരമായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ ആ വീടിനെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും അവിടെ കയറി വരാൻ ഇടവന്ന ഒരാൾ എന്തു മനസ്സിലാക്കും. അതുകൊണ്ട് വളരെയധികം ചിട്ടയോടുകൂടെ വൃത്തിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കണം. ഇനി നമ്മുടെ റൂമുകൾക്കകത്ത് നാം എപ്പോഴും വൃത്തി പാലിച്ചിരിക്കണം. വൃത്തിയുടെ കാര്യം പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന കേന്ദ്രമാണ് വീട്. അവരെപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നതും ഒക്കെ അകത്തളങ്ങളിലായിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ ആ മൂത്രം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉമ്മ പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഉമ്മ ചെയ്യുന്ന തെറ്റുകൊണ്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ ഇബാദത്ത് ബാത്തിലായി പോകും. ഇപ്പൊ നമ്മൾ മണ്ണുള്ള
വെള്ളം കുടിച്ചു പോകുന്ന രീതിയിലുള്ള സ്ഥലമില്ലല്ലോ ഇപ്പൊ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് അധിക ആളുടെ വീടിനും സിമെന്റെങ്കിലും തേച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ അതിങ്ങനെ ഉന്തി 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 പുറത്തേക്ക് ഒഴിവാക്കുക. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ സംഭവിച്ചത് നിങ്ങൾ ആ കോപ്പയിൽ വെള്ളം പാർന്ന് ഉന്തിപ്പോയ എല്ലാ സ്ഥലവും നജസായി, അത് വൃത്തിയായിട്ടില്ല. ഇനി അതുവഴി ഒരാൾ ഒളു ചെയ്ത് ഉണങ്ങിന്ന് തന്നെ വെക്കുക. ഒരാൾ ഒളു ചെയ്ത് നനഞ്ഞ കാലുമായി ചെരുപ്പൊന്നുകൂടാതെ അതിലൂടെ നടന്നു പോന്നാൽ അയാളെ കാലിൽ നജസായി. ഇനി അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹല്ല. ചിന്തിച്ചു നോക്കൂ, അധിക വീട്ടിന്റെയും സ്ഥിതി ഇതല്ലേ? പിന്നെ ഇതെങ്ങനെയാണ് ഉമ്മമാരെ വൃത്തിയാക്കുക? ഒരു കുട്ടി മൂത്രമൊഴിച്ച മൂത്രം നമുക്ക് അവിടെ കാണാനുണ്ടെങ്കിൽ നജസ് ശുദ്ധിയാക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന ഇസാലത്തുൽ ഐൻ, നജസിന്റെ തടി നീക്കം ചെയ്യുക എന്നതാണ്. അതിന്റെ ഭാഗമായി ഈ മൂത്രം നമ്മൾ അവിടുന്ന് എടുത്തു കളയണം. മൂത്രം ഒരു വെള്ളമാണ്, ഖരവസ്തു അല്ല. അതുകൊണ്ട് എങ്ങനെയാണ് എടുത്തു കളയുക? അതിന് ഉണങ്ങിയ തോർത്തുമുണ്ടുകൊണ്ട് ശീല കൊണ്ട് അത് ഒപ്പിയെടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ ശീല കൊണ്ട് ആ മൂത്രം ഒപ്പിയെടുക്കുക. ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ അടയാളം തന്നെ കാണാതെയാവും. ആ സ്ഥലം ഓർമ്മയിലവിടെ വെക്കണം. അടയാളം കാണാതായി കഴിഞ്ഞാൽ ആ നജസിന്റെ രണ്ടാം ഗ്രേഡിലേക്ക് എത്തിച്ചു. നമ്മൾ നജസ് മുഖഫഫ് എന്നുള്ള പദവിയിലെത്തി. ഇനി എന്തു മതി? ആ സ്ഥലത്ത് ഒരു കോപ്പ വെള്ളം പാർന്ന് മൂത്രമായിരുന്ന എല്ലാ സ്ഥലത്തും വെള്ളമായി എന്നുറപ്പായാൽ അതോടുകൂടെ സ്ഥലം വൃത്തിയായി. ആ വെള്ളം തുടക്കണമെന്നോ നീക്കണമെന്നൊന്നും നിബന്ധനയില്ല. അല്ലാതെ നമ്മൾ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്തേക്കാട് പാർന്നാൽ ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല. നജസിന്റെ തടി നീക്കം ചെയ്യണം. ഇത് റൂമുകളിൽ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ നമ്മൾ വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇത് നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്തുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി പ്രശ്നമാണ്. മൂത്രം എന്ന് പറയുന്നത് ഒരു പച്ചവെള്ളമായി നമ്മൾ കാണരുത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എന്തെല്ലാം അണുക്കളുണ്ടോ അതിൽ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു. ഇതുകൊണ്ടല്ലേ ഒരാൾക്ക് മലമ്പനിയുണ്ടോ, മഞ്ഞപ്പിത്തമുണ്ടോ, ഇതൊക്കെ നോക്കാൻ എന്തു മതി? ഒരു തുള്ളി മൂത്രം മതി. എന്തിനേറെ ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാൻ മൂത്രം പരിശോധിച്ചാൽ മൂത്രം വിളിച്ചു പറയും ഇതിന്റെ ഉടമ ഗർഭിണിയാണ്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇത് പച്ചവെള്ളമല്ല, ഇളനീര് കുടിച്ചവന്റെ മൂത്രം ഇളനീരല്ല, അതിൽ മാരകമായ വിഷാംശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും തെരുവിലോ വഴിയോരങ്ങളിലോ മരച്ചുവടുകളിലോ ഒന്നും മൂത്രമൊഴിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിച്ചു. ഇസ്ലാമിന്റെ സാംസ്കാരികമായ വലിയൊരു മുഖമാണ് നമ്മൾ അതിലൂടെ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും മുസ്ലിമീങ്ങൾ ഒരിക്കലും പുറം പ്രദേശങ്ങളിൽ വിസർജനം നടത്തുകയില്ല. ബസ് സ്റ്റാൻഡിന്റെ ചുമരിലേക്ക് അവരതാ പിടിച്ചു കൊടുക്കാറില്ല. ഏത് ആള് കൂടുന്ന ഒരു സ്ഥലമുണ്ടായാലും ആദ്യമായി അവിടെ ഒരു പള്ളിയെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നത് ആ നാടിന് വലിയ അനുഗ്രഹമാണ്. ആ ടൗണിൽ ഇറങ്ങി വരുന്ന ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്ന ആയിരക്കണക്കായ മുസ്ലിമീങ്ങൾ അവരൊന്നും തെരുവിൽ മൂത്രമൊഴിക്കാതെ അവർക്കതാ ശാസ്ത്രീയമായും ആരോഗ്യപരമായും വിസർജനത്തിനുള്ള ഒന്നാന്തരം സൗകര്യം പള്ളികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളികൾ വലിയ സാംസ്കാരിക നിലയങ്ങളാണ്. മൂത്രം ഒരു പച്ചവെള്ളമായി കണ്ടുകൊണ്ട് അവിടെ അങ്ങോട്ടാക്കി അത് ഇവിടെ അങ്ങോട്ടാക്കി അങ്ങനെ ഇട്ടാൽ ആ വീട്ടിൽ രോഗം വിട്ടൊഴിയുന്ന സ്ഥിതി ഉണ്ടാവില്ല. പിന്നെ വീടിന്റെ അകത്തളങ്ങളിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ റൂമുകളിലേക്ക് വായു ഗതാഗതം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമുകൾ, അതിലേക്ക് വായുവിന് വരാനും ശുദ്ധവായുവിന് കടന്നു വരാനും ദുഷിച്ച വായുവിന് പുറത്തു പോകാനുമുള്ള സജ്ജീകരണം വേണം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. നന്നായിട്ട് അടച്ചിടും. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞാൽ പ്രസവിച്ചെടുക്കുന്ന ചെറിയ കുരുന്നുകൾ താമസിക്കുന്ന വീട് റൂം ഏതായിരിക്കും പലരും കൊടുക്കുക? കോണിക്കൂട്ടിന്റെ ഉള്ളിലുള്ള ഒരു ഇരുണ്ട മുറി. ആ ഇരുട്ടത്ത് അടച്ചിടും വരെ. ഇവർക്ക് നമ്മുടെ അത്ര പ്രതിരോധ ശേഷിയായിട്ടില്ല, ആരോഗ്യം വന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല ശുദ്ധവായുവും വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ അത്തരം കുട്ടികളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയൂല. ഇന്ന് എന്താ നമ്മൾ കുട്ടികൾ എപ്പോഴും ആശുപത്രിയായി പോകുന്നത്? അതിന്റെ കാരണം ഇതാണ്, നമ്മൾ വായുവും കൊടുക്കൂല, പ്രകാശവും കിട്ടൂല, ഒന്നും കിട്ടൂല, അടച്ചു പൂട്ടിയിടുകയാണ്. ഇതിനു പകരം റൂമുകൾ കാറ്റും വെളിച്ചവും വരുന്ന വിധത്തിൽ സംവിധാനിക്കണം. ചുരുങ്ങിയത് 2 ജനലുകൾ 2 ഭാഗത്തായി റൂമുകൾ നമ്മൾ സ്ഥാപിച്ചിരിക്കണം. ഇനി ആ റൂമുകളിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്. ചെറിയ കുട്ടികളുള്ള ഉമ്മമാര് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടി തൊട്ടിലായിരിക്കും കിടക്കുന്നത്. ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് മൂത്രമൊഴിച്ചാൽ താഴെ പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് അത് ഏറ്റുവാങ്ങും. രാത്രി ആയ ഉടനെ തന്നെ കുട്ടി ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേ മൂത്രമൊഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഉമ്മ അത് എപ്പോഴും എടുത്ത് വൃത്തിയാക്കുക. അത് സുബൈക്ക് എഴുന്നേൽക്കുമ്പം ആ പാത്രം കൊണ്ടുപോയിട്ട് പുറത്ത് തട്ടാം, അല്ലെ? ചില ആളുകൾ അപ്പോഴും തട്ടൂല, പിന്നെയൊക്കെ കഴിഞ്ഞിട്ട് അകും കൊലയൊക്കെ വൃത്തിയാക്കുന്ന സമയം വരുമ്പോഴാണ് അത് പുറത്തേക്ക് തള്ളുന്നത്. ഇത് ഭയങ്കര അപകടമാണ്. അവിടെ ആ ഫാൻ കറങ്ങുന്നുണ്ടാവും ഒരു പക്ഷെ, ഇനി കറങ്ങിയാലും ഇല്ലെങ്കിലും ആ തളം കെട്ടി നിൽക്കുന്ന മൂത്രം ബാഷ്പീകരിച്ച് പൊങ്ങി ആ റൂമിന്റെ ഉള്ളിലുള്ള വായുവിൽ വിലയിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത്. ആ ജലഗണങ്ങൾ മതി നമ്മുടെ അത്ര പ്രതിരോധശേഷി വരാത്ത ഈ ചെറിയ കുട്ടികൾക്ക് മാറാത്ത ജലദോഷവും കഫക്കെട്ടും ഉണ്ടാവാൻ. അതുകൊണ്ട് കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് ഉടനെ എടുത്തു മാറ്റി കൊടുക്കണം. ഒരു നനഞ്ഞ തുണിയോ തോർത്തുമുണ്ട് പോലുമോ നാം ചെറിയ കുരുന്നുങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അത് മുഖേന തന്നെ ഈ കുട്ടിക്ക് ജലദോഷവും കഫക്കെട്ടും അതുപോലെ ശ്വാസമുട്ട് പോലുള്ള രോഗവും വരാൻ സാധ്യതയേറെയാണ്. വളരെ ശ്രദ്ധിക്കണം. വൃത്തിയും ശുദ്ധിയുമാണ് സന്തോഷകരമായ ഒരു വീടിന്റെ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഇനം.